ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ചന്ദ്രോദയത്തിന് നല്ലോണം വഴക്കിട്ട് കേട്ടുകൊണ്ടായിരിക്കട്ടെ ചന്ദ്ര നേരെ ഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ ചന്ദ്രമതി ഭാമയോട് ഇങ്ങനെ ആവലാതി പറയുന്നുണ്ട്. ഭാമേ, എൻ്റെ ബാക്കി 2 മരുമക്കളില്ലേ, ആ ശ്രുതിയും വർഷയൊക്കെ വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലെ പിള്ളേരാ. പക്ഷേ ഈ രേവതിയെ പോലൊരുത്തിയെ കൂടെ താമസിപ്പിച്ചാലുണ്ടല്ലോ അത് അവർക്ക് പോലും നാണക്കേടാ. അവരുടെ വീട്ടുകാരൊക്കെ ഇതിനെ പറ്റിയിട്ട് എന്ത് വിചാരിക്കുമെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ആകുലതപ്പെടുമ്പോൾ ഭാമ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ, രേവതിയെ പോലൊരു മരുമകളെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് കലിപ്പ് കയറി. എടി, നീ എന്താണ് എപ്പോഴും അവളെ എങ്ങനെ പൊക്കി പിടിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ഭാമ പക്വതയോടെ മറുപടി നൽകി. നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. എൻ്റെ മരുമകൾ എൻ്റെ മോനെയും എന്നെയും തമ്മിൽ തെറ്റിച്ചിട്ട് അവനെ കൂട്ടി ഇറങ്ങിപ്പോയി. നിന്റെ കോടീശ്വരന്മാരായ മരുമക്കളിലെ ആ ശ്രുതിയും വർഷയും അവരും ഒരു ദിവസം ഇതുപോലെ നിന്റെ മക്കളെയും കൊണ്ട് വേറെ വീടെടുത്ത് പോവും. പക്ഷേ ഈ രേവതി അങ്ങനെയല്ല. അവൾ കുടുംബം തകരാതെ നോക്കുന്നവളാണ്. നിന്നെ നിന്റെ വയസ്സാങ്കാലത്ത് നോക്കാൻ അവൾ മാത്രമേ കാണൂ എന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഉപദേശിക്കാനൊന്നും നോക്കണ്ട. ഞാൻ ഇവിടെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോളാമെന്ന് പറയും. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടേക്ക് പോവാനാ? എനിക്ക് പോവാൻ ഒത്തിരി സ്ഥലമുണ്ട് എന്നും ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാണെന്നും ചന്ദ്രമതി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അന്നേരം ഭാമ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ചന്ദ്രേ. നീ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിന്നോ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം നിനക്കതിൽ ശരിയുണ്ടെന്ന് തോന്നും. ചന്ദ്രമതിയുടെ ഉള്ളിൽ ആ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എങ്കിലും രേവതിയോടുള്ള ദേഷ്യം കാരണം അവൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. രേവതിയുടെ അനിയൻ ചെയ്ത തെറ്റിന് സച്ചിയെയും രേവതിയെയും വീട്ടിൽ നിന്നും ഇറക്കിവിടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഭാമേൻ്റെ തീർത്തും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന സച്ചിയെയും രേവതിയാണ്. 2 പേർക്കും ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. രേവതിയാണെങ്കിൽ വിങ്ങിക്കരയായിരിക്കും. സച്ചി ഇത് ശ്രദ്ധിക്കുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, രേവതി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? വിഷമിക്കല്ലേ എന്നൊക്കെ പറയും. അന്നേരം രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, സച്ചേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും നല്ല വിഷമമുണ്ട് രേവതി. ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീ അത് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവളെ ആശ്വസിപ്പിക്കാണ്. അന്നേരം രേവതി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കും. ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ദേഷ്യപ്പെടുമെന്നായിരിക്കട്ടെ സച്ചി മറുപടി പറയുന്നത്. അന്നേരം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എൻ്റെ അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. അതും സച്ചിയേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചത് വലിയ അപരാധം തന്നെയാണ്. പക്ഷേ ആ പേരും പറഞ്ഞ് അമ്മ എന്തിനാ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്ന് രേവതി ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, രേവതി, നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയില്ലേ? അമ്മക്ക് തോന്നുമ്പോൾ അത് അമ്മ ചെയ്യും. ആ ദേഷ്യം മാറുമ്പോൾ അമ്മ തിരിച്ചു വന്നോളും. പിന്നെ നിന്നെ അമ്മക്ക് പണ്ടേ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ, ആ ദേഷ്യം കൂടി തീർത്തതായെന്ന് പറയും. പക്ഷേ രേവതി വിടാൻ ഭാവമില്ലായിരുന്നു. അമ്മ ഈ വീട് വിട്ട് പോവേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് അമ്മയുടെ കൂടെ വീടല്ലേ? അന്നേരം സച്ചി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയാണല്ലോ എപ്പോഴും ഇത് എൻ്റെ വീടാണെന്ന് പറയാറുള്ളത്. ഇപ്പം നീ ആ ഡ്യൂട്ടി ഏറ്റെടുത്തോ എന്ന് ചോദിക്കും. അത് സത്യമല്ലേ സച്ചിയേട്ടാ? അമ്മയുടെ വീടല്ലേ ഇത്? അച്ഛനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരിങ്ങനെ പിരിഞ്ഞു കഴിയാനൊന്നും ഒരിക്കലും പാടില്ല. നമുക്ക് ഈ വീട്ടിൽ നിന്നും മാറി താമസിച്ചാലോ എന്ന് ചോദിക്കാണ് രേവതി. എന്നാൽ രേവതിയുടെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നു. സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തായി പറയുന്നത് രേവതി? നിനക്കെന്താ വട്ടായോ എന്ന് ചോദിക്കാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടരുത് എന്ന് രേവതി മറുപടി നൽകി. നമ്മൾ മാറി നിന്നാലെങ്കിലും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കൊന്ന് തീരുമല്ലോ എന്ന് രേവതി വീണ്ടും പറയാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട്, നീ വരുന്നത് മുൻപേ തന്നെ അവരിങ്ങനെ തന്നെയാണ്. ഈ തല്ലിപിടുത്തം കണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും വളർന്നത് തന്നെ. 2 ദിവസം കഴിഞ്ഞാൽ അവർ തന്നെ അങ്ങ് മിണ്ടിക്കോളും. ഞാൻ കാരണം ആർക്കും വിഷമമുണ്ടാവരുത് എന്ന് രേവതി വീണ്ടും പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും നിന്നെയാണ് വിഷമിപ്പിക്കുന്നത്. ശ്രുതിക്കും വർഷക്കും നൽകുന്ന സ്നേഹം അമ്മ നിനക്ക് തരുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ മഹേഷിനെ പോലെ മാറി താമസിക്കാം. പക്ഷേ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്നും പറയാണ് സച്ചി. എനിക്കെൻ്റെ അച്ഛൻ്റെ കൂടെ കഴിയണം. അച്ഛനൊരു പനി വന്നാൽ പോലും ആദ്യം വിളിക്കുന്നത് സച്ചി എന്നാണെന്ന് നീ ആലോചിക്കണം. നീ ഇവിടെ നിന്ന് സന്തോഷത്തോടെ പോകുമെന്ന് എനിക്കറിയാമെന്ന് സച്ചി പറയുമ്പോൾ, സന്തോഷത്തോടെ പോവാനല്ല സച്ചിയേട്ടാ ഞാൻ പറഞ്ഞത്. അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് പറഞ്ഞതാണ്. ശരത്ത് എടുത്തു ചാടി ഓരോന്ന് ചെയ്തതാണ്. അമ്മ കേസ് കൊടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ സേഫായിട്ട് ഒരിടത്തേക്ക് മാറ്റിയത്. അവനെ അറസ്റ്റ് ചെയ്താൽ അവൻ്റെ ഭാവി പോവും. നമുക്ക് നാളെ ഇതിനെ പറ്റിയിട്ട് ആലോചിക്കാം. നീ ഇപ്പം കിടന്നുറങ്ങാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ മടിയിൽ കിടത്തി ഉറക്കുകയാണ്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മഹിമ നേരെ ചന്ദ്രോദയത്തിലേക്ക് വന്നു. രവീന്ദ്രൻ അവളെ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് വന്നപ്പോൾ നിങ്ങളെയും വർഷയും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയാണ് മഹിമ. ചന്ദ്രമതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഭാമയുടെ വീട്ടിലാണ് എന്ന് രവീന്ദ്രൻ പറഞ്ഞു.
അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് മഹിമയോട് വിശേഷങ്ങളൊക്കെ തിരക്കാണ്. മഹിമ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ് എന്ന് ശ്രുതി പറയുമ്പോൾ മഹിമ വീണ്ടും പ്രകോപിപ്പിക്കുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും വിഷമമായി എന്നും ആ പയ്യൻ ഇതിനു മുൻപ് ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ മഹിമ തട്ടിവിട്ടു. അടുക്കളയിൽ നിന്നും വരുന്ന രേവതിയെ മഹിമ ശരിക്കും അപമാനിക്കുന്നുണ്ട്. നിന്റെ അനിയൻ വലിയ പഠിപ്പിസ്റ്റാണല്ലേ നീ പറഞ്ഞത്, മോഷണമാണോ അവൻ പഠിച്ചത് എന്ന് മഹിമ ചോദിക്കുമ്പോൾ രേവതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ശ്രുതി അവിടെ നടന്ന ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻറ്റി ദേഷ്യപ്പെട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ് എന്ന്. ഇത് കേട്ട് മഹിമ വീണ്ടും ചന്ദ്രയെ ന്യായീകരിച്ച് സംസാരിക്കും. കള്ളൻ്റെ വീട്ടിൽ നിന്നാണോ നിനക്ക് പെണ്ണ് കിട്ടിയത് എന്ന് മഹിമ ചോദിക്കുമ്പോൾ സച്ചി ഇടയിൽ കയറിയിട്ട് മഹിമക്ക് നല്ല ചുട്ട മറുപടി തന്നെ നൽകി. നിങ്ങളുടെ ഭർത്താവിൻ്റെ ബിസിനസ്സിലെ കള്ളക്കളിയെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചൊക്കെ തനിക്കറിയാമെന്ന് സച്ചി തുറന്നടിച്ചു. ശരത്ത് പണം തിരിച്ചേൽപ്പിച്ചു എന്നും സച്ചി പറയുന്നുണ്ട്. പക്ഷേ മോഷണം തന്നെയാണെന്ന് മഹിമ വീണ്ടും തർക്കിച്ചു. ഈ ബഹളത്തിനിടയിൽ രവീന്ദ്രൻ സച്ചിയെ മുറിയിലേക്ക് പറഞ്ഞയക്കാണ്. എന്നിട്ട് മഹിമയോട് വർഷയുടെ മുറിയിലേക്ക് പോവാനും പറഞ്ഞു. മഹിമ പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ നീ എന്തിനാ ഇങ്ങനെ പുറത്തുള്ളവരോട് പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. മഹിമാൻറ്റി നമ്മുടെ ആളല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആരായാലും കുടുംബത്തിലെ കാര്യം കുടുംബത്തിൽ തന്നെ ഒതുങ്ങണമെന്ന് രവീന്ദ്രൻ അവൾക്ക് താക്കീത് നൽകി. വർഷയോടും ശ്രീകാന്തിനോടും മഹിമ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും ശ്രീകാന്ത് അതെല്ലാം തടഞ്ഞു. ഇതിനിടയിൽ രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കണേ. കരഞ്ഞുകൊണ്ട് തന്നെ ദേവു വീട്ടിൽ നിന്ന് പോലീസ് വന്നു എന്നും ശരത്തിനെ കാണാത്തത് കൊണ്ട് തന്നെ അമ്മയെ അവർ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയും. ഇത് കേട്ട് രേവതി ആകെ തകർന്നു പോയി. രേവതി ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരം സച്ചി അങ്ങോട്ടേക്ക് വന്ന് കാര്യം തിരക്കി. രേവതിയുടെ അമ്മയെ പോലീസ് പിടിച്ചു എന്ന് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകുമെന്ന് ദേവുവിനോട് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ആശ്വസിപ്പിച്ചു. രേവതിയുടെ കരച്ചിൽ നിൽക്കാൻ കഴിയാതെ സച്ചി അവളെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച രേവതിയുടെ ചങ്ക തകർന്ന ആ ഒരു കാഴ്ചയായിരുന്നു. ലോക്കപ്പിന് പുറത്ത് ബെഞ്ചിൽ തളർന്നിരിക്കുന്ന ലക്ഷ്മി അമ്മയെ കണ്ട് രേവതി ഓടിച്ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോൻ കള്ളനല്ല സാറേ, അവനെ ആരോ കുടിക്കിയതാ എന്ന് പറഞ്ഞ് പാവം ലക്ഷ്മിയമ്മ പോലീസുകാരോട് ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. സച്ചി ഉടനെ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കണ്ടുകൊടുത്തിന് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാതി നൽകിയത് സച്ചിയുടെ സ്വന്തം അമ്മയായ ചന്ദ്രമതി ആയതുകൊണ്ട് തന്നെ പോലീസുകാർ വിട്ടുവീഴ്ചക്കൊന്നും തയ്യാറായില്ല. മോഷ്ടിച്ച പണം തിരികെ കിട്ടിയല്ലോ, പിന്നെന്തിനാ ഈ പാവ സ്ത്രീയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സച്ചി രോഷത്തോടെ ചോദിക്കുമ്പോൾ ശരത്തിനെ ഹാജരാക്കാതെ അമ്മയെ വിടില്ല എന്ന പിടിവാശിയിലായിരുന്നു പോലീസ്. ഇതേ സമയം ബാമാൻഡിയുടെ വീട്ടിൽ ചന്ദ്രമതിയാണെങ്കിൽ വലിയൊരു ആത്മസംഘർഷത്തിലായിരുന്നു. ബാമാൻഡി പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രമതിയുടെ ഉള്ളിൽ എവിടെയോ തറച്ചിരുന്നു. തൻ്റെ മരുമക്കളായ ശ്രുതിയും വർഷയും അവരുടെ അമ്മ മഹിമയും കാണിക്കുന്ന ഈ അമിത താല്പര്യം സ്നേഹം കൊണ്ടല്ല, മറിച്ച് തൻ്റെ സ്വത്തും പദവിയും മോഹിച്ചുകൊണ്ട് തന്നെയാണെന്ന് ചന്ദ്രയ്ക്ക് പതുക്കെ തോന്നി തുടങ്ങി. ചന്ദ്രമതിക്ക് പതുക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ മഹിമ ചന്ദ്രമതിയെ ഫോണിൽ വിളിച്ച് വീണ്ടും എരുതിയിൽ എണ്ണയൊഴിക്കാൻ നോക്കുന്നുണ്ട്. ചന്ദ്രേ, ആ കള്ളൻ്റെ കുടുംബത്തെ നമ്മളൊരു പാഠം പഠിപ്പിക്കണം, നീ ആ പരാതി ഒരിക്കലും പിൻവലിക്കരുത് എന്ന് മഹിമ പറയുമ്പോൾ ചന്ദ്ര ആദ്യമായി തന്നെ മഹിമയോട് കയർക്കുന്നു. മഹിമേ, ഇതിപ്പോൾ എൻ്റെ കുടുംബത്തിലെ കാര്യമാണ്, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് ബാമയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. തിരികെ സ്റ്റേഷനിൽ സച്ചി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ലക്ഷ്മി അമ്മയെ ജാമ്യത്തിലിറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതിയുടെ ഒപ്പ് വേണമെന്ന സാങ്കേതിക തടസ്സം വന്നു. ഈ സമയത്ത് തന്നെ സച്ചി ഒരു കടുത്ത തീരുമാനമെടുത്തു. അവൻ ഉടനെ തന്നെ അവൻ്റെ വണ്ടിയെടുത്ത് നേരെ ബാമാൻഡിയുടെ വീട്ടിലേക്ക് വിട്ടു. അവിടെ എത്തി ചന്ദ്രമതിയുടെ മുന്നിൽ നിന്നും കൊണ്ട് തന്നെ അവൻ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അമ്മേ, ആ പാവം പെണ്ണിനെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നത്? രേവതി ഈ വീട്ടിൻ്റെ വിളക്കാണ്. അമ്മയുടെ ഈ വാശി കാരണം തകരുന്നത് എൻ്റെ ജീവിതമാണ്. ഇപ്പം തന്നെ വന്ന് ആ പരാതി പിൻവലിച്ചില്ല എങ്കിൽ പിന്നെ ഈ സച്ചിയെ അമ്മ ഇനി ഒരിക്കലും ജീവനോടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വൈകാരികമായി പറയുമ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളിലെ അമ്മ മനസ്സിലയുന്നു. സച്ചിയുടെ കണ്ണിലെ ആത്മാർത്ഥതയും രേവതിയോടുള്ള സ്നേഹവും കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് സ്വന്തം തെറ്റങ്ങ് ബോധ്യപ്പെട്ടു. ഒടുവിൽ ചന്ദ്രമതി നേരെ സ്റ്റേഷനിലേക്ക് എത്തി പരാതി പിൻവലിക്കാണ്. രേവതിയുടെ അമ്മയെ മോചിപ്പിച്ചു. സ്റ്റേഷനിൽ പുറത്തിറങ്ങിയ ചന്ദ്രമതിയെ കണ്ട് രേവതിയും ലക്ഷ്മിയമ്മയും പേടിയോടുകൂടെ തന്നെ മാറി നിൽക്കുമ്പോൾ ചന്ദ്രമതി രേവതിയുടെ അരികിലേക്കെത്തി അവളുടെ കൈ പിടിച്ചു. എനിക്ക് തെറ്റുപറ്റി മോളെ, ആവേശത്തിന് ചെയ്തതാ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. എന്നാൽ ആ കാഴ്ച ദൂരെ നിന്ന് കാണുന്ന മഹിമയും ശ്രുതിയും അടുത്ത അടവ് ആലോചിക്കുന്നുണ്ടായിരുന്നു. ശരത്തിനെ എങ്ങനെയെങ്കിലും കുടുക്കിയിട്ട് സച്ചിയും രേവതിയും കൂടി വീണ്ടും അകറ്റാൻ തന്നെ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞു. ആ കറുത്ത ശക്തികളെ സച്ചിയും രേവതിയും ഇനി എങ്ങനെ നേരിടുമെന്നായിരിക്കട്ടോ വരും എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.